നമുക്കിന്ന് സിലോപ്പിയ കറി വെക്കാം. ആദ്യമായിട്ട് നമുക്കതിന് 1 കിലോ സിലോപ്പിയ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനത് 3ആയിട്ട് മുറിച്ചു. കറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മുറിച്ച് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഇതിന് വേണ്ടി 1 കുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയുമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. ഞാനതൊന്ന് ഇടികല്ലിൽ വെച്ചൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് ഇച്ചിരി കൂടും. ഞാൻ അതുകൊണ്ടാണ് ഇത് ചതച്ചാണ് ഇടുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഇച്ചിരി ഇതായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചതച്ച് ചേർക്കുമ്പോഴത്തേക്കിന്. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് ചതച്ച് മാറ്റി വെക്കാം. പിന്നെ അതിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കാം. ചട്ടിയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് മീൻ കറി. അപ്പോൾ ഇച്ചിരി ടേസ്റ്റ് കൂടാനും എല്ലാത്തിനും നല്ലതാണ്. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 3 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്കിതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് എടുത്തേക്കുന്നത്. മുളക് പൊടി ഒരു 3 ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും. എരിവിനനുസരിച്ചാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് ഞാൻ 3 ടീസ്പൂൺ ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. പൊടിയെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ആദ്യം കുറച്ച് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ആ എണ്ണ ഒന്ന് തെളിയുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതിങ്ങനെ കുറുക്കി ഇങ്ങനെ എടുക്കണം. ഇത് എണ്ണ തെളിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് പിന്നെ ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിലോട്ട് ഉപ്പിട്ട് കുടംപുളി ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. ആ 2 കുടംപുളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇത് തിളയ്ക്കാൻ വിടണം. നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് കഴുകി വൃത്തിയാക്കിയ മീനും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കുടംപുളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ പുളിക്ക് അനുസരിച്ചാണ് ഇടേണ്ടത്. ഇത് നല്ല പുളിയുള്ള കുടംപുളി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ 2 എണ്ണ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ പുളിയുടെ ഇതനുസരിച്ച് ഇതിലോട്ട് പുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്കിതിലോട്ട് മീനിട്ട് കൊടുക്കാം. ഞാനിതിനകത്ത് മീനിട്ട് കൊടുത്ത് മൂടി വെച്ച് ഒരു 10-20 മിനിറ്റ് വേവിക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്കിതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇത് മുങ്ങിക്കിടക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്കിത് തിളയ്ക്കുമ്പോഴത്തേക്കിനും മൂടി വെച്ചൊന്ന് വേവിക്കാം. ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനും ഇത് വെന്ത് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ.